പത്തനംതിട്ട കൂമ്പനാട് വെർച്വൽ അറസ്റ്റിൽ നിന്ന് വയോധികനെ രക്ഷിച്ച് ഇസാഫ് ബാങ്ക് ജീവനക്കാർ. മുംബൈ പോലീസ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് വയോധികനെ 2 ദിവസം തട്ടിപ്പുകാർ വെർച്വൽ അറസ്റ്റ് ചെയ്തത്. കോടതി മുറി ഉൾപ്പെടെ ഒരുക്കിയായിരുന്നു തട്ടിപ്പ്. കേസിൽ തട്ടിപ്പിന് ഇടയാകേണ്ടിയിരുന്നത് ഒരു 82 വയസ്സുകാരനായിരുന്നു. അദ്ദേഹത്തെ മുംബൈ പോലീസ് എന്ന പേരിലാണ് വിളിച്ചത്. അവർ ഒരു കോടതിയൊക്കെ ഒരുക്കിയാണ് അദ്ദേഹത്തെ വിളിച്ചത്. മജിസ്ട്രേറ്റൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് ഇദ്ദേഹം മുൻപ് ബോംബെയിൽ ജീവിച്ചിരുന്ന സമയത്ത് തുടങ്ങിയ ഒരു അക്കൗണ്ട്, ആ അക്കൗണ്ട് മറ്റൊരാൾ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയെന്നും അതിൽ അദ്ദേഹം ആ 82 വയസ്സുകാരനെ അറസ്റ്റ് ചെയ്തുവെന്നും പറഞ്ഞു വിശ്വസിപ്പിച്ചു. ഒരു മുറിയിൽ നിങ്ങൾ അറസ്റ്റിലാണ് എന്ന് പറഞ്ഞ് ആ 82കാരനെ അവിടെ ഇരുത്തി. തുടർന്ന് ഈ പണം നൽകിയാൽ ഇദ്ദേഹത്തെ വിട്ടയക്കാമെന്ന് ഈ തട്ടിപ്പുകാർ പറയുകയായിരുന്നു. അതിനുവേണ്ടി വീട്ടിൽ നിന്നും പുറത്തിറങ്ങി ബാങ്ക് അക്കൗണ്ടിൽ 18 ലക്ഷം രൂപയുണ്ടെന്ന് ഈ 82കാരൻ ഇവരെ അറിയിച്ചു. അങ്ങനെ ആ 18 ലക്ഷം രൂപ പിൻവലിച്ച് അയച്ചു കൊടുക്കാനും പറഞ്ഞു. ഈ സമയം അത്രയും ഇദ്ദേഹത്തിന്റെ മുറിയിലേക്ക് ഭാര്യയെ പോലും പ്രവേശിപ്പിച്ചിരുന്നില്ല. ഏതായാലും ബാങ്കിൽ വന്ന് ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ ചില പെരുമാറ്റത്തിലെ വ്യത്യസ്തതകളാണ് ഈ ബാങ്ക് ജീവനക്കാരെ ഇതിൽ കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ബോംബെയിലെ ഒരു അക്കൗണ്ടിലേക്കാണ് ഈ പൈസ അയച്ചു കൊടുക്കാനായിട്ട് ഇദ്ദേഹം നിർദ്ദേശിച്ചിരുന്നതെന്ന് മനസ്സിലാക്കുന്നത്. ഇതോടെ ഈ തട്ടിപ്പിനെ കുറിച്ച് ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളെ ഈ ബാങ്ക് അധികൃതർ വിവരമറിയിക്കുകയായിരുന്നു. അവർ വിളിക്കുമ്പോഴും താൻ അറസ്റ്റിലാണ്, തനുമായി ഫോണിൽ സംസാരിക്കാൻ സാധിക്കില്ല എന്നാണ് ഇദ്ദേഹം പറയുകയും ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തത്. പിന്നീട് ബാങ്ക് അധികൃതർ ഉൾപ്പെടെ വീട്ടിലെത്തിയാണ് ഇദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയും ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തത്.